ഒരു പരിപാടിയുടെ വേദിയിൽ ചെണ്ട കൊട്ടാൻ വന്നൊരു വ്യക്തി നമ്മ പോലും ചിന്തിക്കാത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് ആ ഒരു കുറച്ച് സമയങ്ങൾ കൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പേരുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സോപാന സംഗീതം എന്നും പേരുണ്ട്. ഓക്കെ, ഇതില് ഒട്ടിച്ചിരിക്കുന്ന തോല് പശുവിന്റെ വയറിനകത്തുള്ള ചവ്വ്, ഉള്ളൂരി, ഒതളി എന്നൊക്കെ പറയുന്ന ലാർജ് ഇൻഡസ്ട്രീന്റെ, അതായത് നമ്മുടെ ബോട്ടി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, അതിന്റെ അറ്റത്തുള്ള വൻകുടലിന്റെ തോലാണ് ഇതിന്റെ ചർമ്മം. അതായത് ഇതെല്ലാം പ്യുവർലി നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റുകളാണ് എന്നർത്ഥം. ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി കൊട്ടുന്ന ഇടയ്ക്ക, മദ്ദളം, തിമല, ചെണ്ട സകലതും നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ക്ഷേത്രത്തിലുള്ള എല്ലാ മനുഷ്യരും, ജോലി ചെയ്യുന്ന എല്ലാവരും വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്നാണ് സങ്കല്പം. അപ്പൊ അതിന്റെ കുറെ സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. നമ്മുടെ മാപ്പിള സഹോദരങ്ങൾ അറവശാല നിർത്തിയാൽ ഒരു മാരാരും ചെണ്ട കൊട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇതെല്ലാം ചില സാമൂഹ്യ സത്യങ്ങളാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പലരും പറയുന്നത് ഇത് മറ്റവർക്കിട്ടുള്ള കൊട്ടാണ്. ചെണ്ട കൊട്ടാൻ വന്ന വ്യക്തി ചെണ്ട കൊട്ടാതെ മറ്റവർക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കെങ്കിലും ആ ചെണ്ടയിൽ നിന്ന് കൊട്ടി കേട്ടാണ് പലരും പറയുന്നത്. അതിനോട് ബീഫ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല അതൊന്നും. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി കുത്തക കമ്പനി ഏറ്റവും കൂടുതൽ ഉടമസ്ഥയിൽ വരുന്ന ആരുടെ കയ്യിലാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്നുള്ളത്. ഇതൊക്കെ ഒരു തരം ക്യാപ്സ്യൂളാണ്. അതൊക്കെ ഒരു തരം ക്യാപ്സ്യൂൾ പ്രോപ്പർട്ടിയാണ്. നാട്ടില് തമ്മിത്തലുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് അവർ ഈ ബീഫിനൊക്കെ ആ സമയത്ത് കണ്ടിരുന്നത്. ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പുറം രാജ്യങ്ങളിലോട്ട് ഈ ബീഫ് വെട്ടിമുറുക്കി കഷ്ണങ്ങളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാപ്സ്യൂൾ, ഒരു പ്രോപ്പർട്ടി ആയിട്ട് അവർ ഉപയോഗിക്കുന്നതാണെന്ന്, നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി.